Alhamdulillah Rabbil Alameen. Assalatu wassalamu ala Rasulil Ameen wa ala alihi wa sahbihi ajma'in. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. أعوذ بالله من الشيطان الرجيم. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. എന്തൊക്കെയാ സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. സൂറ ആലു ഇമ്രാനിലെ 67 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 68 മുതലാണ് നമ്മൾ തുടരേണ്ടത്. 68-ാമത്തെ 69-ാമത്തെയും ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. ഇന്ന ഔലന്നാസി, തീർച്ചയായിട്ടും ജനങ്ങളിൽ ഏറ്റവും അടുത്തവർ, ബി ഇബ്രാഹിം, ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്തവർ, ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയ ആൾക്കാരാകുന്നു, വഹാദ നബിയും, ഈ നബിയും, വല്ലദീന ആമനൂ, വിശ്വസിച്ചവരും, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു വിശ്വാസികളുടെ വലിയ. വദ്ദത്, ആഗ്രഹിച്ചു, ത്വാഇഫത്തുൻ, ഒരു കൂട്ടർ, മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ നിന്നുള്ള, ലൗ യുദില്ലൂനക്കും, നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന്, വമാ യുദില്ലൂന, അവർ വഴിതെറ്റിക്കുന്നില്ല, ഇല്ലാ അൻഫുസഹും, അവരെ തന്നെയല്ലാതെ, വമാ യശ്ഉറൂൻ, അവരതറിയുന്നില്ല. തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്തവർ, അദ്ദേഹത്തെ പിൻപറ്റിയവരും, ഈ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷകനാകുന്നു. വേദക്കാരിൽ ഒരു കൂട്ടർ നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് കൊതിക്കുന്നു. സത്യത്തിൽ അവർ അവരെ തന്നെയാണ് വഴിതെറ്റിക്കുന്നത്. പക്ഷേ അവരതറിയുന്നില്ല. വമാ യശ്ഉറൂൻ, അവരതറിയുന്നില്ല. ക്രൈസ്തവരായിരുന്ന ഒരു നിവേദക സംഘം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കണ്ട് സംസാരിച്ചു, സംവാദം നടത്തി, തർക്കിച്ചു. ആ തർക്കത്തിനൊടുവിൽ അവര് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള സംസാരത്തിൽ വിജയിച്ചു. അവർ പരാജയപ്പെട്ടു. എങ്കിലും അവര് ആ രാജ്യത്തിൻ്റെ ഭാഗമായി തുടരാൻ സമ്മതിക്കുകയും
അതിന് ആവശ്യമായിട്ടുള്ള രാജ്യവുമായിട്ടുള്ള ഇടപാടുകളൊക്കെ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അവര് സംവാദത്തിൽ പരാജയപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിൽ ആയിരുന്നിട്ടും അവരെ ഏതെങ്കിലും ഒരു ശിക്ഷാ നടപടിക്ക് വിധേയമാക്കാനൊന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മെനക്കെട്ടില്ല. അവർക്ക് ജീവിക്കാനും സത്യമാർഗം അംഗീകരിക്കാതെ തന്നെ ജീവിക്കാനുള്ള അവസരം അവർക്ക് നൽകുന്നതാണ് നാം കാണുന്നത്. ഇസ്ലാമിൻ്റെ ഒരു സഹിഷ്ണുതയും പ്രതിപക്ഷ ബഹുമാനവും ആദരവും ഒക്കെ നമുക്കിതിൽ വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ പറയാണ് ഇതുവരെ ഉണ്ടായത്. നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിമിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നത്? യഥാർത്ഥത്തിൽ തൗറാത്തും ഇഞ്ചീലുമൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന് ശേഷമാണല്ലോ. നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയായിരുന്നില്ല, അദ്ദേഹം ക്രൈസ്തവനായിരുന്നില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന യഹൂദ മതവും ക്രൈസ്തവ മതവും ഒന്നും അദ്ദേഹത്തിന്റെ കാലത്തില്ലല്ലോ, അതിന് ശേഷമല്ലേ വന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഹനീഫും മുസ്ലിമുമായിരുന്നു എന്നാണ് മുൻ ആയത്തിൽ പറഞ്ഞത്. 67-ാമത്തെ ആയത്ത് നമ്മൾ എടുത്തണോ? ഇത് പറഞ്ഞു അല്ലേ? മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. മാ കാന ആയിരുന്നില്ല ഇബ്രാഹിം ആയിരുന്നില്ല യഹൂദിയൻ വലാ നസ്റാനിയ, ജൂതനും ക്രിസ്ത്യാനിയും ആയിരുന്നില്ല. വലാകിൻ എന്നാൽ കാന ആയിരുന്നു, ഹനീഫൻ ഹനീഫായിരുന്നു, മുസ്ലിമൻ മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രികീൻ, മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്ന പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഹനീഫായിരുന്നു എന്നത്. ഹനീഫ്, അദ്ദേഹം മുസ്ലിം ആയിരുന്നു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബ് പറഞ്ഞു നീ മുസ്ലിം ആവുക, അപ്പോൾ തന്നെ അദ്ദേഹം എന്തായി? മുസ്ലിമായി. മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഒരു മുസ്ലിമുണ്ട്. ആ മുസ്ലിം തന്നെയാണോ മുസ്ലിം? ആ മുസ്ലിം അമുസ്ലിമാണോ എന്നൊക്കെ മാപ്പിളാരെ കുറിച്ചാണോ? കാനേഷുമാരി കണക്കനുസരിച്ച് മാപ്പിളാര് എന്നതാണ് നമ്മൾ മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താണ് ശരിക്കും മുസ്ലിം? എന്താണ് മുസ്ലിം? അഹ്മദ് മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ? 1000 കള്ളങ്ങൾ എന്താണ്? എന്തായാലും പാട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതായത് അഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ പേര് വിളിച്ചാൽ നമ്മൾ മുസ്ലിം ആകുമോ? 1000 കള്ളങ്ങൾ ഏറ്റു പറയുന്ന നമ്മൾ എങ്ങനെയാണ് മുസ്ലിം ആവുക എന്നാണ് കവി ചോദിച്ചത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട്, ജാതി കൊണ്ട്, സമുദായം കൊണ്ട് കിട്ടുന്നതല്ല എന്ന് ഖുർആൻ പലവരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ, പഠിക്കുകയും വേണ്ടേ? നിങ്ങൾ നോക്കൂ, സൂറ അൽ ബഖറയിലും സൂറ ആൽ ഇംറാനിൽ നമ്മൾ ഇത്രത്തോളം പഠിച്ചെത്തിയിടത്തും അഹ്ലുൽ കിതാബിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാലം കേട്ടതും ഒക്കെ എന്താന്ന് ചോദിച്ചാൽ അവർ സമുദായം എന്നുള്ള നിലയിൽ ഊറ്റം കൊണ്ടു. അതിനെയാണല്ലോ ഖുർആൻ വിമർശിക്കുന്നത്.
നമ്മളെ സമുദായം, നമ്മൾ ബനൂ ഇസ്രായേലുകൾ, ഞങ്ങൾ പിന്നെ ഉത്തമന്മാരാണ്, ഞങ്ങൾ ശ്രേഷ്ഠരാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സംഗതിയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അവര് എന്താവുന്നത്, പ്രവർത്തിച്ച്. അതാണ് ഖുർആൻ വിമർശിക്കുന്നത്. അങ്ങനൊന്നല്ല വേണ്ടത്. നിങ്ങൾ ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നു, ഇബ്രാഹിം അങ്ങനെ ഒരു പാരമ്പര്യവും പറഞ്ഞ് നടന്ന ആളായിരുന്നില്ല. ഇബ്രാഹിം നബിന്റെ വാപ്പന്നെ ആരാണ്? അപ്പോ വാപ്പന്റെ വാപ്പ, ഓരോ വാപ്പ, അതിന്റെ വാപ്പ എന്നൊന്നും പറഞ്ഞു നടക്കണ്ട, അതിലൊന്നും കാര്യമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആരായിരുന്നു? മുസ്ലിമായി. അപ്പം നമ്മളുടെ ഒരു ഇസ്ലാം തന്നെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ ഒരു കാര്യത്തിലാണ്. പക്ഷെ നമ്മളും ഇന്നൊരു മതമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമാണ് കേട്ടോ, അങ്ങനെ സംഭവിക്കും. ശ്രീനാരായണീയർ, ഞാനത് പറയാൻ നിൽക്കുക, ഉദാഹരണം കറക്റ്റാണ്. ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി, അതൊരു മതമായിട്ട് മാറിയല്ലോ. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു എന്താണ് ചെയ്തത്? അദ്ദേഹം ജാതീയതക്കെതിരെ പണിയെടുക്കുകയാണ് ചെയ്തത്. അതേസമയത്ത് ഇന്ന് ശ്രീനാരായണീയർ എന്തായി എന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേക ജാതിയായി. അവര് പ്രത്യേകമായ അമ്പലങ്ങളോ വിഗ്രഹങ്ങളോ ഒക്കെ ആയി. ശ്രീനാരായണ ഗുരു തന്നെയും ഒരു പ്രതിഷ്ഠയായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യപ്രതിജ്ഞ ആ ഒരു പേരിൽ ചെയ്തു. അതായത് കണ്ണാടി വെച്ചിട്ട് അല്ലേ, കണ്ണാടി പ്രതിഷ്ഠിച്ചതൊക്കെ സംഭവം. നമ്മൾ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ഏതോ നബിന്റെ കാലത്തുള്ള ആളൊന്നല്ല. നമ്മളെ കേരളത്തിൽ എത്തും വായനയും തുടങ്ങിയ ശേഷം ജീവിച്ച മനുഷ്യനല്ലേ. അപ്പോ അതുപോലും അങ്ങനെയായി മാറി. അപ്പൊ പിന്നെ എന്ത് പറയാനാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മളെ ദീന് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരു സമുദായമായി എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു ഹൈന്ദവൻ ഹിന്ദു ആകണമെങ്കിൽ, ഹിന്ദു എന്ന് പറഞ്ഞൊന്നും ഇല്ല എന്നാണ് ഓലെന്നെ പറയുന്നത്. ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതമല്ല എന്നാണ്. അതൊരു ജീവിത രീതിയാണ്. അതിൽ പലതും ഉണ്ടാവും. അതിൽ ദൈവവിശ്വാസികളും ഉണ്ടാവും, ദൈവവിശ്വാസികളല്ലാത്തവരും ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ടാകും, പോകാത്തവരുണ്ടാകും. അതിലെല്ലാത്തിനും ഒക്കെ സാധ്യതയുള്ള ഒരു അങ്ങനത്തെ ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾ നായരാവണമെങ്കിൽ നായരുടെ മകനായാൽ മതി, തീയനാവണമെങ്കിൽ തീയന്റെ മകനായാൽ മതി, നമ്പൂരി ആവണമെങ്കിൽ നമ്പൂരിന്റെ മോനായാൽ മതി. ശരിക്കും ഒരാൾക്ക് ഹിന്ദുമത വിശ്വാസി ആയി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല, ശരിക്കും കഴിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ എങ്ങോട്ടാ മാറുക? ഒരു മുസ്ലിം ഹിന്ദു ആവണമെങ്കിൽ എന്താ ആവുക? ഹിന്ദു എന്ന് പറയുമ്പോൾ അതൊരു ജാതി വ്യവസ്ഥയുടെ ഒരു സംഗതിയാണ്. ഒരു മുസ്ലിം ഹിന്ദു ആവണമെങ്കിൽ അവൻ എന്താണാവുക? നായരാവാൻ കഴിയുമോ? തീയനാവാൻ പറ്റുമോ? എന്താ കഴിയാ? നരസിംഹൻ എന്താ ആയത്? നരനുമല്ല സിംഹവുമല്ല. അപ്പൊ നരസിംഹൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതൊരു പരിമിതിയായിട്ടല്ല ഞാൻ പറയേണ്ടത്, അവരുടെ ഒരു പ്രത്യേകതയാണത്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജാതി ശൃംഖലയാണ്, ശ്രേണിയാണ്. അതിൽ ഉയർന്നവനും താഴ്ന്നവനും ഒക്കെ ആയിട്ടുള്ള ചാതുർവർണ്ണയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയാൽ എന്താണ് ആവാൻ കഴിയുക? ഒന്നും ആവാത്ത ഒരു ജാതി ആവേണ്ടി വരില്ലേ? അങ്ങനെ ഒരു ജാതി അതിലില്ലതാണ്. ഉയർന്ന ജാതി ആവാൻ കഴിയില്ല, അതിനവർ സമ്മതിക്കൂല. താണജാതി ആവാൻ സർക്കാരും സമ്മതിക്കൂല. അങ്ങനെ സമ്മതിക്കായിരുന്നെങ്കിൽ പലരും ജാതി മാറി സംവരണം സ്വീകരിക്കും. ജാതി മാറാൻ പറ്റൂലല്ലോ, അതൊരു പ്രശ്നം. ജൂതമതവും ജൂത വംശത്തിൽ തന്നെ വരണം എന്നാണ്. അത് രക്തശുദ്ധിയിലാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാലും ചരിത്രത്തിൽ ബ്ലാക്ക് ജൂത്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള വേറെ സാധനത്തിനൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വേറെ സംഗതിയാണ്. അതേപോലെ ക്രൈസ്തവത യഥാർത്ഥത്തിൽ ഒരാൾ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ മാമോദീസ മുങ്ങിയ ആളുകളൊക്കെ ക്രിസ്ത്യാനി, മാമോദീസ മുങ്ങിയവരൊക്കെ ക്രിസ്ത്യാനി. പക്ഷെ പ്രാക്ടിക്കലി അവരിലും ഈ ജാതീയത വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിവർത്തിത ക്രൈസ്തവർ എന്നാണ് അവർ പറയാ, മാറി വന്നവരെ. അതല്ലാണ്ട്
അപ്പോഴും എന്ത് നിൽക്കുന്നുണ്ട്? ഒരു ചെറിയ തട്ടവിടെ നിൽക്കുന്നുണ്ട്, ഒരു പരിവർത്തിത ക്രൈസ്തവർ എന്ന് പറയും. പിന്നെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സംഗതികൾ. അപ്പൊ ഇതിലൊക്കെ മാറ്റമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജാതിയേ അല്ല, സമുദായം കൊണ്ട് കിട്ടുകയേ ചെയ്യില്ല. ആ ഇല്ല, ഒരു പ്രശ്നമില്ല. എന്താ ഉള്ളത്? എവിടെയുള്ളത്? അല്ല, ഒരാൾക്ക് സംശയം തോന്നാം. അല്ല, ചെയ്യാൻ പറ്റൂല. മോമാലിക്കാർക്ക് ഇന്ന് രാവിലെ സുന്നിയാവാം, ഉച്ചക്ക് മുജാഹിദായിക്കൂടെ? ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ജാതിയല്ലല്ലോ, ഒരു സംഘടനയല്ലേ? നിങ്ങൾക്ക് ഇന്ന് രാവിലെ സുന്നിയായിട്ട് പോരേന്നിറങ്ങി നിങ്ങൾക്ക് ഖുറാൻ ക്ലാസ് ഒക്കെ കേട്ട് ആവേശം കൊണ്ട് ഉച്ചക്ക് മുജാഹിദായിക്കൂടെ? ഞാൻ ചോദിക്കുന്നത്, ഇതിൽ എന്തില്ല? കമ്പാർട്ട്മെന്റ് ഇല്ലല്ലോ. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോ ആ ഇസ്ലാമായ മതിയല്ലോ. മുസ്ലിം അല്ലാത്തവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതിൽ ജാതി ഇല്ലല്ലോ. ഇതിൽ ഒരാള് ഇസ്ലാം സ്വീകരിച്ചാൽ നമ്മൾ അവനോട് വിഭാഗം ഇല്ലല്ലോ. മോമാലിക്ക മുജാഹിദ് ആയിരിക്കെ മോമാലിക്കാന്റെ പെണ്ണുങ്ങൾക്ക് സുന്നിയായിക്കൂടെ? എന്ത് വിഭാഗമായിട്ടുള്ളത്? ആവണ്ടല്ലോ, അതാവണമെന്ന് എന്താ അപ്പത്തില്? ഇല്ല, ജാതീയത ഇതിലില്ലല്ലോ. ഇസ്ലാമിന്റെ, ഞാൻ ചോദിക്കാം, നമുക്ക് ക്ലിയർ ആക്കി പോവാം. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം ഓഹരി വെക്കുന്നതിൽ ഒസാന് വേറെ ഉണ്ടോ? പൂസലാന് വേറുണ്ടോ? എവിടെയുള്ളത്? ഖബർസ്ഥാന് ഒസാന് വേറുണ്ടോ? ഇല്ല. നിക്കാഹ് കഴിക്കുമ്പോ ശരിയാവൂലേ? ഒസാന് വേറുണ്ടോ? പണ്ടുള്ള ആളുകൾ കല്യാണം കഴിക്കും, ഞാൻ പറയാം പക്ഷേ, പണ്ടുള്ള ആൾക്കാര് കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിരുന്നു. പലരും നോക്കാത്തവരും ഉണ്ടായിരുന്നു. നോക്കാത്തവരെ ഞാൻ തന്നെ നിക്കാഹ് നടത്തി കൊടുത്തിട്ടുണ്ട്. നോക്കിയവരും ഞാൻ തന്നെ നോക്കിയിരുന്നു. അപ്പൊ ഈ ജാതീയത നോക്കിയിരുന്ന ആളുകൾ പണ്ടെന്നെ ഉണ്ടായിരുന്നു. അത് ജാതീയതല്ല, അത് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വേണ്ടാത്തവരാണ്. അതിപ്പോ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിച്ചത്. ഒരു 10-20 കൊല്ലം മുമ്പ്, 20 കൊല്ലം മാത്രം മുമ്പ്, ഒരു പെൺകുട്ടിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ബേജാറായി നടക്കണ ഒരു കാക്കയായിരുന്നു. എൻ്റെ മോളെ കെട്ടിക്കണല്ലോ. ഇന്ന് പെൺകുട്ടിന്റെ വാപ്പക്ക് ഭയങ്കരമായ സീറ്റും കസേരമേല് വിരിയൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഒരു പെൺകുട്ടിന്റെ വാപ്പയാണ്. അയാളെ എങ്ങനെയെങ്കിലും നല്ല ആൾക്ക് വരികയിൽ നിർത്തിയാലേ ഒരു പെണ്ണിനെ കിട്ടുള്ളൂ എന്നായി മാറിയില്ലേ? അതൊക്കെ ഒരു സാമൂഹ്യ സാഹചര്യമാണ്, ജാതിയല്ല. മാഷ് പറയും. അങ്ങനെ അതെ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് മൊമാലിക്ക ചോദിച്ചത് സുന്നി മുജാഹിദ് ജമാഅത്ത് പോലുള്ള സംഘടനകളെ കുറിച്ചാണ്. നമ്മളതിലും ഇല്ലേ വ്യത്യസ്തം? ഇല്ല, നമ്മളതിലൊരു വ്യത്യസ്തതയും ഇല്ല. നമ്മളതിലുള്ളത് സംഘടനകളാണ്. അല്ല, അത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്, അതായത് സലാം പറയണ്ട എന്ന് ആര് പറയുന്നു? അല്ല മൊമാലിക്ക, ഞാൻ ചോദിക്കട്ടെ, സലാം പറയണ്ട എന്ന് ആര് പറയുന്നു? എന്നിട്ടോ ഓല കേക്കുണ്ടോ? ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ കേക്കുണ്ടോ? അതെ, അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ വിഭാഗത്തിൽ എല്ലാവരും എങ്ങനെയാണോ? അല്ല. അവര് മക്കളെ മുജാഹിദിന് കല്യാണം കഴിച്ചു കൊടുക്കണില്ലേ? നിങ്ങളിപ്പോ ഇത് കേക്ക്, ഇതൊക്കെ ഒരു രാഷ്ട്രീയ, യഥാർത്ഥത്തിൽ മതസംഘടനാ നേതാക്കന്മാരുടെ ഒരു പൊളിറ്റിക്സ് ആണിത്. അവർ പറയുമ്പോൾ തൊടാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഈ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ്? പ്രാക്ടിക്കൽ ലൈഫിൽ ഈ തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല, ഒന്നുമില്ല. പ്രാക്ടിക്കൽ ലൈഫിൽ
ശരിക്കും AP സുന്നിക്കാരായ ആളുകൾ എത്രയോ അവരുടെ മക്കളെ മുജാഹിദിനും ജമാഅത്തിനൊക്കെ കെട്ടിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമല്ല, മുബത്തദീകളാണ്, നരകമാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ടത് എന്താ? അവരുള്ള ബന്ധം ഒഴിവാക്കോ? ഇനി മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് അനന്തരം എടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജമാഅത്തുകാരൻ്റെ മോനോ മുജാഹിദുകാരൻ്റെ മോനോ EK സുന്നിന്റെ മോനോ AP സുന്നി ആയാലും വാപ്പാന്റെ സ്വത്ത് വേണ്ട അറിയോ? അപ്പൊ പ്രാക്ടിക്കലി അതൊന്നുമില്ല. പിന്നെ മറ്റേത് എന്താന്ന് ചോദിച്ചാൽ ഒരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് ആണ് എന്നത് ഇവിടുത്തെ സാമാന്യ ജനത്തിനും അറിയുന്നത് കൊണ്ടാണ് സംഘടനാപരമായ ഭയങ്കര സ്ട്രോങ് ഒന്നും ഇല്ലാത്ത സാധാരണ ആൾക്കാർ അവര് പറഞ്ഞു തന്നെ കേൾക്കാത്തത്. അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകരുത്, അടുക്കരുത്, സലാം പറയരുത് എന്നൊക്കെ പറയണത് എല്ലാവരും കേൾക്കണില്ല. ചില ആളുകൾ സംഘടനാപരമായ ഭയങ്കര സംഭവത്തിൽ നിൽക്കുന്നവരുണ്ടാവും. ഓല് നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ ഓല് നിങ്ങൾ സലാം പറഞ്ഞാലാ മടക്കാത്തത്. ഒരു സാക്ഷാൽ സലഫിയായ അറബി മർക്കസിലൊന്ന് സലാം പറഞ്ഞാൽ അവർ മടക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. കാരണം ഓരോരുത്തും പൈസ കിട്ടണം. മനസ്സിലായില്ലേ? അപ്പൊ അത് പൊളിറ്റിക്സാണ്. ഇവരുടെ മിക്കവാറും സ്ഥാപനങ്ങൾക്കൊക്കെ ഫണ്ട് നൽകുന്നത് അറബികളാണ്. ഇപ്പോഴല്ല, ഇപ്പൊ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ മുമ്പ് നൽകിയതൊക്കെ അറബികൾ അധികവും സലഫികളായിരിക്കും. ഇവരുടെ സമ്മേളനത്തിന് കൊണ്ടുവരുന്നവരെ സലഫികളായിരിക്കും. ഇനിയിപ്പോ പോട്ടെ, ഇവര് സലാം പറയുന്ന ഹറമ പോണില്ല, ഇവര് ഹജ്ജ് ചെയ്യുന്നില്ലേ, ഉംറ ചെയ്യുന്നില്ലേ, ആരും ഇന്നലെ നിന്നിട്ടാ നിസ്കരിക്കണേ? ഹറമിൽ പോയിട്ട് മർക്കസ് സക്കാഫത്ത് സുന്നിന്ന് പഠിച്ച സക്കാഫിയാണോ ഇമാമ്? ഹറമിൽ ഇമാമാരാണ് സലഫിയാണ്. അവരുടെ കീഴിൽ നിന്നിട്ട് നിസ്കരിക്കണേ, അതിന് വയ്ക്കുന്ന പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഇത് തുടർന്ന് പറയണത് എന്താന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് എന്താവും? അതിൻ്റെ ഒരു കാലത്ത് മാറുകയും ചെയ്യും. അത്രയല്ലുള്ളൂ. നേരത്തെ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം അത് തന്നെ ഈ പറഞ്ഞ മുസ്ലിം ജനസമൂഹത്തിലെ ഈ ഒരൊറ്റ വിഭാഗം മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. മറ്റുള്ളവരുടെ കൂടെ ഇരിക്കരുതെന്നൊക്കെ. പക്ഷേ മുസ്ലിം ഐക്യവേദികൾ, പൊതു സദസ്സുകൾ, ഇതിലൊന്നും ഇവരുടെ ഔദ്യോഗിക ആളുകൾ വരൂല. എന്നാൽ അതിനായിട്ട് ഇവർ പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഇതിൽ അനുഭവമുള്ള ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടേതായ ചില ആൾക്കാരുണ്ട്, അവരെ പറഞ്ഞേക്കും, അവരെ പ്രതിനിധിയായിക്കും. കാരണം എന്നാൽ ഇത് കൈകാര്യം ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ എന്താന്ന് പറയോ, എന്നാൽ ഹിന്ദു മതത്തിൽ ഇങ്ങനത്തെ ഒരു പെരുമാറ്റ ദൂഷ്യത്തിന്റെ പ്രശ്നമല്ല. അവരുടെ ഘടന തന്നെ എങ്ങനെയാണ്? അവരുടെ ഘടന തന്നെ എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അത് ഏതെങ്കിലും ഒരു നേതാവിന്റെ തകരാറോ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പൊളിറ്റിക്സോ അല്ല. അവരുടെ ഘടന തന്നെ ചാതുർവർണ്ണ്യമാണ്. ഇപ്പറഞ്ഞ ഈഴവൻ ആ ചാതുർവർണ്ണ്യത്തിനും പുറത്താണ് കേട്ടോ. നായർ ഏറ്റവും അടിയിലുള്ളത്. അതിന്റെ അടിയിലുള്ളവരെല്ലാവരും ഈ ചാതുർവർണ്ണ്യത്തിന്റെയും പുറത്താണ്. എന്ന് പറഞ്ഞാൽ അവർ ദ്രാവിഡരാണ്, മറ്റൊരു ആര്യന്മാരാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ സാധനം അതും ഇപ്പറഞ്ഞ പോലെ അല്ല. നമ്മളെ സംഘടന പോലെ അല്ല അത്. അതും കൃത്യം. ഇപ്പൊ ബൈബിളിൽ തന്നെ അവര് എല്ലാ അധ്യായങ്ങളും എല്ലാവരും അംഗീകരിക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സുന്നി, മുജാഹിദും, ജമാഅത്തും, തബ്ലീഗും, തെരീഖത്തും കിതാബിന് വ്യത്യാസമില്ലല്ലോ. പിന്നെ അത് വ്യാഖ്യാനിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, മറ്റേ ഇമാം ഇങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയേണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ ഖുർആനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ സംഘടനകൾ തമ്മിൽ പറയുന്നത് തന്നെ എന്താണ്? ഖുർആനിൽ ഇങ്ങനെയാണ് ഉള്ളത്, അല്ല അങ്ങനെയാണ് ഉള്ളത്. അപ്പോഴും പ്രമാണം ഏതാണ്? ഖുർആൻ. പക്ഷേ അവർക്ക് ബൈബിളിന് വ്യത്യാസം. അതുകൊണ്ടാണ് ഒരാൾക്ക് ഹിന്ദു ആയാൽ, ഇവിടെ ഇസ്ലാം എന്നൊരാൾ ഹിന്ദു ആയി, അല്ലെങ്കിൽ ക്രിസ്തു മതം ഒരാൾ ഹിന്ദു ആയാൽ അവിടെ അയാളെ പ്ലേസ് ചെയ്യും എന്നൊരു പ്രശ്നമാണ്. അങ്ങനത്തെ പ്ലേസ്മെന്റ് അവിടെ ഇല്ല. ഒരാൾ മുസ്ലിമായി അയാളുടെ പ്ലേസ് ചെയ്യുന്നുള്ള പ്രശ്നമല്ല. കാരണം ഇവിടെ എന്താ ഉള്ളൂ? ഇവിടെ ഇസ്ലാമേ ഉള്ളൂ, മുസ്ലിമേ ഉള്ളൂ. ഒരു സംഘടനയിലും ചേരാത്തവരല്ലേ ഇസ്ലാമിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആണ്. മാത്രമല്ല, ഇനി കേരളത്തിന്റെ ഒരു ഇസ്ലാമിക സാമൂഹിക അന്തരീക്ഷങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയല്ല ഇസ്ലാമിക സമൂഹത്തെ നയിക്കുന്നത്. ഒരു സംഘടനയല്ല. ഒരുപക്ഷെ ആചാരങ്ങളിൽ സുന്നി ആയിരിക്കെ തന്നെ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് മുജാഹിദിന്റെ പള്ളിയിൽ പോകുന്നുണ്ടാവും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെന്തായാലും പോകുന്നുണ്ടാവും, മറ്റോടത്ത് പോകാൻ കഴിയില്ലല്ലോ. ഇനി അതേ സമയത്ത് തന്നെ അവര് ജമാഅത്ത് ഇറക്കിയ പുസ്തകം വായിക്കുന്നുണ്ടാവും.
മനസ്സിലായില്ലേ? അതേ ആൾക്കാർ തന്നെ ഒരു ആത്മീയതയും സംഗീതമൊക്കെ വേണമെന്ന് കുറച്ചും കൂടി കൂടുതൽ വേണമെന്ന് തോന്നുമ്പോൾ അവൻ ഏതൊരു തെരീക്കത്തിന്റെ ക്ലാസ്സിന് പോകണുണ്ടാവും. അല്ല, ഒരു 10-40 ദിവസം എൻ്റെ ശീലങ്ങളൊക്കെ ഒരു ഇസ്ലാമിക ശീലങ്ങളായി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തബ്ലീഗ് ജമാഅത്തിന് പോകണുണ്ടാവും. തബ്ലീഗായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ ജമാഅത്തിന് പോകണം. എത്ര ആൾക്കാർക്ക് അറിയാം. അവർക്ക് എന്താന്ന് വെച്ചാൽ ദാവൂദി വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹം ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് ഒരാൾ തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തോളി പറഞ്ഞാൽ ചെയ്യുന്നവരൊന്നുമല്ല. അങ്ങനെ പരിപാടിയില്ലല്ലോ അവിടെ. അപ്പൊ ഇസ്ലാമിക സമൂഹം അൽഹംദുലില്ലാ സംഭാവന കൊടുക്കും, പോക്കറ്റിലോട് മെമ്പർഷിപ്പ് ഒക്കെ ചിലപ്പോൾ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒക്കെ മേലെ എന്തുണ്ട്? ഇസ്ലാം തന്നെയാണുള്ളത്. നിങ്ങൾ ഇതെല്ലാം കേട്ട് ഉണ്ടാകണ്ട. ഇനി എന്ത് പറയണ്ട നിങ്ങൾക്ക്? അല്ല, അതെ, യെസ് ഓക്കെ. അതാരെ പ്രശ്ന? അത് പോണില്ല. അതാരെ പ്രശ്ന? അത് നമ്മളെ പ്രശ്നമാണോ ഇസ്ലാമിന്റെ പ്രശ്നമാണോ? അല്ല, നിങ്ങളെ മനസ്സൊന്നും പോണില്ല എന്ന് പറഞ്ഞത് ഈഗോ ആണ്. ആ ഈഗോ ആരതാണ്? ഈഗോ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും അടുക്ക് ഈഗോ മാത്രമല്ലോ, നമ്മളിൽ പല ആളുകൾക്കും പല പ്രകൃതവും ഇല്ലേ. ആ പ്രകൃതമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അയാൾ മുസ്ലിമും ഇസ്ലാമും ഒക്കെ ആയിരിക്കും. ആ പ്രകൃതത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കേസ് സ്റ്റഡി എന്നുള്ളവർക്ക് പറയാണ്, നിങ്ങളെ തന്നെ സ്വഭാവം ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരാളുടെ മനസ്സിൽ ഒരു ഒസാനിന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല എന്ന്, അത് ആരെ പ്രശ്നമാണ്? അതാ വിചാരിക്കുന്ന ആളുടെ പ്രശ്നം. ഇസ്ലാമിന് അങ്ങനെ പ്രശ്നമുണ്ടോ? കെട്ടിച്ചെടുക്കരുതെന്നുണ്ടോ? ഇല്ല. അല്ല, നടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അങ്ങനെ ഉണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മൊമൽസവേ. ഇസ്ലാമിന് അങ്ങനെ ഉണ്ടോ കെട്ടിച്ചെടുക്കരുതെന്നുണ്ടോ? മൊമാൽക്ക പറയട്ടെ, ഇസ്ലാമിന് അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്നാ മറ്റേ തിയറിറ്റിക്കലി ഉണ്ട്. അവിടെ തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? പാടില്ല. അത് തിയറിറ്റിക്കലി തന്നെ അവരിൽ എന്തുണ്ട്? ഇതുണ്ട്. ഇതില് തിയറിറ്റിക്കലി ഇല്ല, ഇപ്പൊ പ്രാക്ടിക്കലും ഇല്ല. ഇപ്പോ അങ്ങനെയുള്ള സംഗതികളൊക്കെ തേഞ്ഞു മാഞ്ഞ് എന്താ പറയാ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാതാവുന്നു. നിങ്ങൾ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞാൽ കുടിയന്മാരില്ലേ ഇസ്ലാമില്? ഇപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിലും ഉണ്ട് കൂടി, അങ്ങനെ പറയാൻ പറ്റുമോ? സാക്ഷാൽ മുസ്ലിമായ ആൾക്കാർ MDMA കേസിൽ പിടിക്കണില്ലേ? അപ്പോ അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോ മഹല്ലുകൾ തോറും നമ്മൾ മഹല്ലുകളിലൊക്കെ പരമാവധി ഉത്ബോധനം നടത്തുന്നു, ഖുതുബ നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നിട്ടും കുറ്റവാളികളില്ലേ? ഇല്ലേ? നിങ്ങൾ പറയുന്നത് ഈ കുറ്റവാളികളുടെ പ്രശ്നമല്ല, ഒരു ശീലത്തിന്റെ പ്രശ്നമാണെങ്കിൽ നമ്മളെ ഈ അടുത്ത കാലം വരെ സ്ത്രീധനമില്ലായിരുന്നോ? നമ്മൾ എത്ര വയത് പറഞ്ഞു, എത്ര ഖുതുബ നടത്തി അല്ലേ? അപ്പോഴും ഇതെല്ലാം പറയുമ്പോഴും സ്ത്രീധനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ലാണ്ടായത് അൽഹംദുലില്ലാഹ് ഒരു നേട്ടം തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, ഇന്നിപ്പോ സ്ത്രീധനം എന്ന ഏർപ്പാട് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അങ്ങോട്ട് പൈസ കൊടുക്കാറിനാ തന്നെ പെണ്ണിന് കിട്ടാനില്ല. എന്നിട്ടാണോ പെണ്ണിനെയും വേണം ലക്ഷവും വേണം എന്ന് പറഞ്ഞാല് പറഞ്ഞതന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. മാറി. ഇനി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് നമ്മൾ ഗൾഫിൽ പോയി എന്ന ആൾക്കാർ പറയുന്നുണ്ട്, അറബികളൊക്കെ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടലാണ്. മഹർ അങ്ങോട്ട് ഓള് പറയണ മഹർ കൊടുക്കേണ്ടി വരും, അത് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അങ്ങനെ അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണെന്നാ തോന്നുന്നു നമ്മളെ നാട്ടിൽ. ഞാൻ പറഞ്ഞു വന്നത്, ജാതീയത അസില് തന്നെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ജാതീയത ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന
നമ്മുടെ നാട്ടിലെ ആളുകള് അവര് കടന്നു വരുമ്പോ അവരുടേതായ ചില ശീലങ്ങൾ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ജാതി സംഗതികളൊക്കെ. ഏത് പൂസലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഇസ്ലാം എന്നാണ്. അതാണ് പൂസലാന്. പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ചവർ പൂസലാൻ തീരപ്രദേശത്താണ് അവർ ധാരാളമായി കണ്ടുവരുന്നത്. അതുകൊണ്ട് മുക്കുവൻ എന്ന് പറയുന്നതിന് സമാനമായി ഇതിലൊരു പൂസലാൻ ഉണ്ട് എന്നെന്ത് ചെയ്തു നമ്മളങ്ങ് വിചാരിച്ചതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. ഇപ്പം നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് പോയി നോക്കൂ, അവിടെ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരും അവരെ മക്കളെ അവർ മാത്രമാണോ കല്യാണം കഴിക്കുന്നത്? അവർ തിരിച്ച അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഒസാൻ എന്ന് പറയുന്ന ഒരു സംഗതി ബാർബർമാരൊക്കെയാണ് പറയണത്. ഈ ഒരാൾ ബാർബർ പണി പഠിച്ചിട്ടേ കഴിച്ചലേ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാല് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ സംഗതി ഒക്കെ മാറി. പിന്നെ നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ നമ്മളെ മലയാളികളായ ഒരു ബാർബറെ കിട്ടാനില്ല. ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകും. കാരണം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ വെട്ടിത്തരണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ തിരിയണ്ടേ. ഇതൊക്കെ അന്യഭാഷ ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഏതെങ്കിലും ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അത് ജാഹിലിയത്താണ് എന്ന് പറയാനുള്ള പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്. അതേ സമയത്ത് മറ്റ് സമൂഹങ്ങൾ ജാതീയ സമൂഹങ്ങളാണ്. അവരുടെ തിയറി തന്നെ എന്താണ്? ജാതിയാണ്. അവർക്ക് അതിൽ മാറാൻ കഴിയില്ല. ഇപ്പോഴും അയിത്തം ആചരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട് മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എന്തെല്ലാം പറഞ്ഞാലും അവസാനം പറയും, മറ്റേ പറയും, ദേശം പറയും. നമ്മുടെ പഴഞ്ചൊല്ലുകളിലൊക്കെ അതുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിയമ നടപടിയിലൂടെ കേസിലൂടെ ഒക്കെ കുറെ ഇല്ലാണ്ടാക്കി കൊണ്ടുപോയതാണ് കുറെ സംഗതികളൊക്കെ. എന്നാലും അവസാനം എന്ത് പറയും എന്ന് പറഞ്ഞാൽ, ഒന്നല്ലോ ഓനൊരു നായരാട്ടോ, ഓൻ തറവാടിത്തുള്ളൊരു നായരാണ്, തറവാടിത്തുള്ളൊരു നായരാണ് എന്ന് സിനിമയിൽ വരെ ഡയലോഗ് പറയുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു അപ്രമാദിത്യമാണ്. പക്ഷെ നായർ പറഞ്ഞ പോലെ ജാതി ശ്രേണിയിൽ ചാതുർവർണ്ണയത്തിൽ ഏറ്റവും താഴെയാണെന്നുള്ളത് അതറിയണവർക്കേ അറിയുള്ളൂ. മറ്റുള്ളവർ അത്ര ഇല്ലാത്തത് കൊണ്ടാണ് അവർ മുന്തിയ ആൾക്കാരായിട്ട് നിൽക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നമ്മളെ വിഷയം. ഇബ്രാഹിം അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ജാതി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ മുസ്ലിം ആകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മുസ്ലിമിന്റെ മോനായതുകൊണ്ടല്ല. മുസ്ലിമിന്റെ മോനായതുകൊണ്ട് മുസ്ലിം ആകുമായിരുന്നെങ്കിൽ നൂഹ് നബിന്റെ മോൻ മുസ്ലിം ആകണ്ടേ? നിങ്ങൾ പറഞ്ഞ ജാതിയാണെങ്കിൽ മഹാനായ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ 950 കൊല്ലം അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിച്ച ദാഴിയായ അത്യുജ്വലനായ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമാണ് നൂഹ് നബി. ആ നൂഹ് നബിന്റെ മോൻ എന്തല്ല, വെള്ളത്തിൽ മുങ്ങി അല്ലേ ശിക്ഷിക്കപ്പെട്ടു. അപ്പോ ഈ മുസ്ലിം ആകണമെങ്കിൽ അമലി ചെയ്യണം. മുസ്ലിമിന് അള്ളാഹു നിർബന്ധമാക്കി കൊടുത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് മുസ്ലിം ആവുള്ളൂ. അത് വളരെയധികം ശ്രദ്ധേയമായ. അപ്പൊ നിങ്ങൾ ഇബ്രാഹിമിന്റെ പേരിൽ ഊറ്റം കൊള്ളുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം എന്തായിരുന്നില്ല? ക്രൈസ്തവന് യഹൂദി ഒന്നായിരുന്നില്ല, മുസ്ലിമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്വണങ്ങിയവനായിരുന്നു. അതൊരു ജാതി പേരല്ല. ക്രിസ്ത്യാനികളുടെ ജാതിയുമല്ല, യഹൂദന്മാരുടെ ജാതിയുമല്ല, പിന്നെ മാപ്പിളായിരുന്നു എന്ന് പറയാനല്ല അത് പറഞ്ഞത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത്, ജാതീയതക്കെതിരെ സാമുദായികതക്കെതിരെ പറഞ്ഞിട്ട് മറ്റൊരു സമുദായമായിരുന്നു എന്നല്ല പറയുന്നത്, മുസ്ലിമായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ആവേണ്ടത് മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിനെ തെരഞ്ഞെടുത്ത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. നിങ്ങളിപ്പോൾ അൽബക്കറ തീർന്നു, ആലുംറാൻ 67 ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ മുമ്പ് അൽക്കാഫ്, സൂറത്തുൽ ഇസ്രാ, ഇങ്ങനെ കുറേ സൂറത്ത് നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ എടുത്തൊക്കെ അടക്കട്ടെ. ഈ അൽബക്കറ മുതൽ തുടങ്ങിയിട്ട് ആലുംറാൻ 67 ആയത്ത് വരെ നിങ്ങൾ വെറുതെ ഒന്നിങ്ങനെ ഇരുന്ന് പരിശോധിച്ച് നോക്കാണ്ടി. നമ്മൾ മതം എന്ന് പറഞ്ഞ് അനുഷ്ഠിക്കുന്ന എത്ര കാര്യങ്ങൾ ഈ ഇത്രയും ആയത്തിൽ അള്ള പറഞ്ഞാണ് നോക്കേണ്ടി. നമ്മൾ സാധാരണ മതം എന്ന് പറയാ നിസ്കാരം, നോമ്പ്, സക്കാത്തിന്റെ ഒരു ഭാഗം, പിന്നെ ദിക്റ്, ദുആ, ഉംറ, ഹജ്ജ്.
കുട്ടികളുടെ അത്രയാണ്. അതിനെപ്പറ്റി ഇതിൽ എത്ര ആയത്ത് പറഞ്ഞു നോക്കണേ. നമ്മൾ മതമായിട്ട് അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ മാത്രം മാറ്റിവെച്ച് ബാക്കിയുള്ളത് മായ്ച്ചു കഴിഞ്ഞാൽ ഞമ്മക്കൊക്കെ ഹാഫിളാണ്. നമ്മളാ പോയി കണ്ട കുട്ടിക്ക് മാത്രമല്ല ഹാഫിളാവാൻ പറ്റും, നമുക്കൊക്കെ ഹാഫിളാണ്. കാരണം എന്താ അറിയോ, തിരികെ ഉണ്ടാവും. കുത്തിബ അലൈക്കും സിയാം അല്ലെ. പിന്നെ ഹജ്ജിനെ പറ്റിയുള്ള ഒരായത്ത് അങ്ങനെ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ ഇത്രയും ആയത്തിൽ പറഞ്ഞ സാധനങ്ങൾ എന്താണ്? ഇപ്പൊ നിങ്ങൾ ഉത്തരമൊന്നും പറയണ്ട. നിങ്ങൾ എഴുതി കൊണ്ടുവന്ന ലേഖനങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയിരിക്കുന്നു. അതിപ്പോൾ പ്രഖ്യാപിക്കൂല. എന്താ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സമ്മാനം ഇവിടുന്ന് സ്പോൺസർ ചെയ്യണം. അപ്പോൾ ആരാ ഫസ്റ്റ് ഇട്ടേന്ന് അറിഞ്ഞിട്ട് സ്പോൺസർ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം സ്പോൺസർ ചെയ്യണം, എന്നിട്ട് ആ സമ്മാനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രഖ്യാപിക്കലും സമ്മാനം കൊടുക്കും. ഇതാണ് തീരുമാനം. അപ്പോൾ 25-ാം തീയതി പിന്നെ കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിലും ഈ പിന്നെ ബോട്ട് പോകാനൊക്കെ ഉള്ള ലീഡർ അല്ലേ, ബോട്ട് പോകാനൊക്കെ ഉള്ള ലീഡർ ആരാണ്? അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത്. അപ്പൊ എന്താന്ന് വെച്ചാല് സമ്മാനം ഇവിടെ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അപ്പൊ ഇങ്ങനെ അതിനോട് ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുമ്പോൾ പ്രഖ്യാപിക്കും. അപ്പൊ അത് അടുത്ത ആഴ്ച 25-ാം തീയതിയാണ്. അപ്പൊ അതിന് മുമ്പ് സമ്മാനങ്ങൾ വാങ്ങി പൊതിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവയ്ക്കണം. പൊതിയുന്നതായിക്കോട്ടെ, അല്ലാത്തതുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടാസ്കിന് സമ്മാനമൊന്നുമില്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അതായത് ഈ ആയത്തുകൾ ഇത്രയും പരിശോധിച്ചിട്ട് ആ ആയത്തുകൾ നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ആ ആയത്തുകളിൽ നമ്മൾ സാധാരണ നാട്ടിൽ മതം എന്ന് പറയാറുള്ള എത്ര കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കും. ആ അപ്പൊ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ എന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അപ്പൊ ഹനീഫ് എന്ന് പറയുന്നതാണ് ഇബ്രാഹിം നബിയോട് ചേർത്തിട്ട് അള്ളാഹു നിരന്തരം പറയുന്ന വേറെ ഒരു വാക്ക്. നമ്മളും ആ വാക്ക് ഏറ്റു പറയാറുണ്ട്. നിസ്കരിക്കുമ്പോൾ ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയാറുണ്ട്. പടച്ചോനെ അത് ഇബ്രാഹിം നബി ആണ് എന്നല്ല പറയണേ, നമ്മളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിമും പറഞ്ഞ പോലെ അലൈഹിസ്സലാം നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഹനീഫൻ മുസ്ലിമൻ. ഞങ്ങൾ ഹനീഫുമാണ് മുസ്ലിമുമാണ്. അപ്പൊ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സമുദായമല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ, അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുന്നവർ, അള്ളാഹുവിന് കീഴ്വണങ്ങുന്നവരാണ് എന്ന് മനസ്സിലായി. ഇനി ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഷിർക്കിന്റെ എതിർ പദമാണ് ഇത് രണ്ടും നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഷിർക്ക് മുശ്രിക്ക് അല്ല, പിന്നെ ആരാണ്? മുസ്ലിമുമാണ് ഹനീഫുമാണ്. മുശ്രിക്കല്ല, പിന്നെ ആരാണ്? മുസ്ലിമുമാണ് ഹനീഫുമാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് മുമ്പ് ഈ ആയത്ത് ഹനീഫ് എന്നുള്ള ആയത്ത് വന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നതുകൊണ്ട് ഇനിയും പറയാണ്ടിരിക്കേണ്ടിയില്ല. ഇനിയും വന്നാൽ ഇനിയും പറയാം. അങ്ങനെയാണല്ലോ, ദാഹിക്കുമ്പൊക്കെ വെള്ളം കുടിക്കണമല്ലോ. പണ്ട് ഞാൻ വെള്ളം കുടിച്ചിരുന്നു, ഇപ്പൊ ദാഹിക്കേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പറയണ ഹനീഫ് എന്ന് പറഞ്ഞാൽ അൽ മാഇലു മിൻ അദിയാനിൽ ബാത്തിലി ഇലാ ദീനിൽ ഹഖ്. ഇത് ഹനീഫ് എന്നതിന്റെ അറബിയിലുള്ള അർത്ഥമാണ്. ഒരു വാക്യത്തിന് തന്നെ അറബിയിലും അർത്ഥം ഉണ്ടാവുമല്ലോ. അൽ മാഇലു, മാഇൽ. മാഇൽ എന്ന് പറഞ്ഞാൽ ചാഞ്ഞവൻ, ചെരിഞ്ഞവൻ എന്നൊക്കെയാണ് മാഇൽ എന്ന് പറഞ്ഞാൽ. ചാഞ്ഞവൻ, ചെരിഞ്ഞവൻ. ആരാ ഹനീഫ് എന്നാണ് പറയുന്നത്? ഹനീഫ് എന്ന് പറഞ്ഞാൽ മാഇലാണ്, ചാഞ്ഞവനാണ്, ചെരിഞ്ഞവനാണ്.
മിൻ അദ്യാനിൽ ബാത്തിൽ, ബാത്തിലായ എല്ലാ ജീവിത വ്യവസ്ഥകളിൽ നിന്നും, ഇലാ ദീനിൽ ഹഖ്, ഹഖായിട്ടുള്ള ദീനിലേക്ക്. അപ്പൊ ആരാണ് ഹനീഫ്? നിഷ്പക്ഷനല്ല ഹനീഫ്. ആരാണ് ഹനീഫ്? ഗുണത്തിനും ദോഷത്തിനും ഇല്ലാത്തവനല്ല ഹനീഫ്. ആരാണ് ഹനീഫ്? എല്ലാ ബാത്തുലായ, അദിയാനിൽ ബാത്തിൽ, ദീനിന്റെ ജംആണ് അദിയാൻ. അദിയാനിൽ ബാത്തിൽ, ബാത്തുലായ എല്ലാ ജീവിത വ്യവസ്ഥകളും, അങ്ങനെയാണ് അദിയാനിൽ ബാത്തിൽ. അതിൽ നിന്ന് മിന്നാണ്, അതിൽ നിന്ന് ഇലാ ദീനിൽ ഹഖ്, ഹഖായിട്ടുള്ള ദീനിലേക്ക് ചാഞ്ഞവൻ. ഇങ്ങനെ അതായത് അള്ളാഹുവിന്റെ ദുനിയാവില് പല ജാതി സാധനം ഉണ്ടാവും. ആ സാധനങ്ങൾക്കൊക്കെ ആ സാധനങ്ങളായി തന്നെ നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പലതരം ജീവിത കാഴ്ചപ്പാടുകളും ജീവിത ദർശനവും ഒക്കെ ഉണ്ടാവും. ആ ജീവിത കാഴ്ചപ്പാടുകളെ പ്രചരിപ്പിക്കാനും അതിലേക്ക് പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാവും. എന്നാൽ എല്ലാ തരം ജീവിത കാഴ്ചപ്പാടിൽ നിന്നും മാറിയിട്ട് അള്ളാഹുവിൻ്റെതായ ദീനിലേക്ക് ചാഞ്ഞവനെയാണ് ഹനീഫ് എന്ന് പറയുന്നത്. അപ്പോ മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അള്ളാഹുവിനെ അനുസരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിനെ അനുസരിക്കുന്നു, മറ്റ് ജീവിത പദ്ധതികളിലെയും ഭാഗവാക്കാകുന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം ഹനീഫും കൂടിയാണ്. അപ്പൊ മറ്റു ജീവിത പദ്ധതികളിൽ നിന്ന് അതിനൊക്കെ കൈയൊഴിയണം, എന്നിട്ട് ഇസ്ലാം ദീനാകുന്ന ജീവിത പദ്ധതിയിലേക്ക് ചാഞ്ഞു നിൽക്കണം. ഇങ്ങനെയുള്ളവനാണ് ഹനീഫ് എന്ന് പറയുന്നത്. ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം ഹനീഫായ. വത്തബിഊ, നിങ്ങൾ പിൻപറ്റുക, മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഹനീഫായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുക. അപ്പോൾ ഹനീഫായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെയാണ് പിൻപറ്റേണ്ടത്. എന്ന് പറഞ്ഞാൽ ജീവിത കാഴ്ചപ്പാട് ആദ്യം മുതൽ അവസാനം വരെ ഇസ്ലാമായിരിക്കും. അവനെ ഹനീഫ് എന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കറിയില്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറല് മാത്രമല്ല, ഇപ്പൊ നമ്മളെ സാമ്പത്തിക കാഴ്ചപ്പാട് എന്താണ്? ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ലത് അതിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടാണ്. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ മുതലാളിത്ത സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്, സോഷ്യലിസ്റ്റ് സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്, പല ജാതി കാഴ്ചപ്പാട്, ഇസ്ലാമിസ്റ്റ് സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്. അപ്പൊ നമ്മളൊരാള് നിസ്കരിക്കുന്നു, നോമ്പോൽക്കുന്നു ഒക്കെ ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ഖുറാനിലെ വളരെ കുറച്ച് മാത്രം പറഞ്ഞ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ നമ്മൾ അനിസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ അയാൾക്ക് ഹനീഫ് എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ദീനിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് സമ്പത്ത് അള്ളാഹിൻ്റെതാണെന്നാണ്. സമ്പത്ത് ആരുതാണ്? അള്ളാഹിൻ്റെതാണ്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കേണ്ടത് ആര് പറഞ്ഞു തരും? എങ്ങനെയാന്ന്? അള്ളാഹ് പറഞ്ഞു. എങ്ങനെ ചെലവാക്കരുത് ആര് പറഞ്ഞു തരും? അള്ളാഹ് പറഞ്ഞു. ഞമ്മക്ക് പിന്നെന്താ പയ്യിലുള്ളത്? ഞമ്മക്ക് അള്ളാഹ് പറഞ്ഞു, അള്ളാഹിന്റെ മുതലാണല്ലോ. അപ്പൊ അള്ളാഹ് പറഞ്ഞ പോലെ കൈകാര്യം. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടില് ഒരാളെ നിർത്തിയിരിക്കുകയാണ്, അയാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് ഞാൻ പൈസ കൊടുത്തിരിക്കുകയാണ്. അയാൾ എങ്ങനെയാ പൈസ ചെലവാക്കുക? നമ്മൾ പറയുന്നതനുസരിച്ചാണ്. അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്ന ആ നിമിഷം ഞാൻ അവനെന്താക്കും? ആ പണിയും പിരിച്ചു. കാരണം അതിന് പറ്റിയ ഒരാളെ. അപ്പൊ നമ്മളുടെ കാര്യസ്ഥന്റെ റോൾ എന്താണോ അതാണ് അള്ളാഹിന്റെ മുമ്പിൽ നമ്മളെ റോള്. നമ്മൾക്ക് അള്ളാഹു തന്ന പൈസ നമ്മൾ അള്ളാഹ് പറഞ്ഞ വിധം ചെലവഴിക്കുക. അപ്പൊ അതുകൊണ്ട് ദൂർത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ലേശം എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം പൈസ ആരുതാണ്? അള്ളാഹ്. അപ്പൊ ഇങ്ങോട്ട് വരുമാനം മാത്രമല്ല, ചെലവഴിക്കലും അള്ളാഹിന്റെ തൃപ്തി അനുസരിച്ചായിരിക്കും. ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട്. മുതലാളിത്ത സാമ്പത്തിക കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ആരേതാണോ പൈസ അയാളാണ് ഇതിന്റെ ഓണർ എന്നുള്ളതാണ്.
ആരാണോ അയാളുടെ പൈസ. അപ്പം എൻ്റെ പൈസ കൊണ്ട് എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ചെയ്യും. ഞാനിതെങ്ങനെയാണ് കൂടുതൽ ഉണ്ടാക്കുക? അതിൻ്റെ ഐഡിയ ഞാൻ തന്നെ കണ്ടെത്തും, അല്ല എനിക്ക് ബോധിച്ച് ചെയ്യും. അപ്പം അതുകൊണ്ട് എൻ്റെ ഹലാൽ എന്തായിരിക്കും? ലാഭം കിട്ടുന്നതൊക്കെ ഹലാലായിരിക്കും. എൻ്റെ ഹറാം എന്തായിരിക്കും? നഷ്ടം പറ്റുന്നതൊക്കെ ഹറാമായിരിക്കും. അതുകൊണ്ടാണ് സേവന പരിപാടികളെ സംബന്ധിച്ചെല്ലാം മുതലാളിത്ത കാഴ്ചപ്പാട് എന്ത് ചെയ്യും? ആളുകളെ പിന്നോട്ട് വലിക്കും. ഒന്നും വെറുതെ കൊടുക്കരുത് എന്ന് പറയും. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ള കാഴ്ചപ്പാടാണ്. ആ നിലവിലുള്ള കാഴ്ചപ്പാട് നമ്മളെയും സ്വാധീനിക്കും. ഞാനതിങ്ങനെ വെറുതെ നിൽക്കില്ല. ഇപ്പൊ ഇവിടെ ഒരു പുകട്ടാല് ഞാൻ മാത്രം ശ്വസിക്കൂല നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിന്റെ പുക മണക്കേണ്ടി വരും. ഇതുപോലെ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടാണ്. സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മുതലാളിത്ത കാഴ്ചപ്പാട്. കമ്മ്യൂണിസ്റ്റ് ചൈന പോലും മുതലാളിത്ത കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ലാഭ കേന്ദ്രീകൃതമായിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ധർമാശുപത്രി ഇപ്പം ഇല്ലാത്തത്. എല്ലായിടത്തും ഫീസ് കൊടുക്കണമല്ലോ, വേണ്ടേ? ഇനി അഥവാ നിങ്ങൾക്ക് വല്ല സഹായം വേണമെങ്കിൽ ഇൻഷൂർ നിങ്ങൾ വേറെ ചേരണം. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത കാഴ്ചപ്പാടിന് ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു സേവനം ചെയ്യും. ഇപ്പം നമുക്ക് തന്നെ അത് സ്വാധീനിച്ചതിൻ്റെ ഭാഗമാണ്. നമ്മൾ തന്നെ തമ്മിൽ വെറുതെ കൊടുക്കരുത് കേട്ടോ, അതിനൊരു വില ഉണ്ടാവില്ല എന്ന് പറയും. ഖുർആനും ഇസ്ലാമിനൊക്കെ എതിരല്ലേ? ഖുർആൻ പറഞ്ഞ എന്താണ്? നിങ്ങൾ സദക്ക ചെയ്യാൻ. സദക്ക പൈസ കൊടുക്കണ അല്ല. പക്ഷെ നമുക്ക് തന്നെ എന്തായിട്ടുണ്ട്? നമ്മളിൽ വാങ്ങുന്നവനും ഉണ്ടാവും ഒരു വിചാരം. എന്താ വാങ്ങണവൻ്റെ വിചാരം? ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടീസ് തന്നാൽ നിങ്ങളൊക്കെ അങ്ങനെ ചുരുട്ടും, ചെവി എഴുതും, എന്നിട്ട് ഇങ്ങനൊക്കെ ചെയ്യും. പക്ഷെ ഈ തന്ന സാധനം 10 റുപ്യൊക്കെ തന്നെങ്കിലോ നിങ്ങൾ ചുരുട്ടൂല, നിങ്ങൾ മടക്കൂല, അത് നല്ലോണം വെക്കൂ. അപ്പൊ പൈസക്ക് തന്നാലേ വില ഉള്ളൂ എന്ന് വാങ്ങണോനും വിചാരിച്ചു പോയി. കാരണം എന്താണ്? മുതലാളിത്ത കാഴ്ചപ്പാടിന്റെ ഭാഗം. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് അതാണ് കമ്മ്യൂണിസത്തിലേക്ക് നയിക്കുക. അതെന്താന്ന് ചോദിച്ചാൽ സ്വകാര്യ സ്വത്തുടമാവകാശമില്ല. ഒരു വ്യക്തിക്കും സമ്പത്തിൽ എന്തില്ല? അവകാശമില്ല. അതൊക്കെ സ്റ്റേറ്റിൻ്റെതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അധ്വാനിച്ചാൽ അധ്വാനിക്കുന്നതിന്റെ കൂലി ആർക്ക് പോകണം? സ്റ്റേറ്റിന് പോകണം. പിന്നെ സർക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായത് ഇങ്ങോട്ട് തരും. അപ്പൊ സമ്പത്തിന്റെ ഉടമസ്ഥൻ എന്ന് വ്യക്തികൾക്ക് പറയാൻ പറ്റൂല. ഉടമസ്ഥൻ ആരാണ്? സ്റ്റേറ്റാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ തകരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം എന്താ വെച്ചാൽ ഞാൻ പണിയെടുത്താലോ ഉഗ്രക പണിയെടുത്താലോ ആഷ് പണിയെടുത്താലോ എല്ലാവർക്കും ഒരേ സാധനമാണ് കിട്ടുക. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ലൊരു സംഗതിയല്ലേ, എല്ലാവർക്കും ഒരേപോലെ കിട്ടൂലേ എന്ന്. പക്ഷെ എന്താ ഇപ്പം സംഭവിക്കുക? കുറേ പണിയെടുക്കാൻ കഴിയണ ഞാനും ഇത്തിരി പണിയെടുക്കാൻ കഴിയുന്ന വേറൊരാളും എന്ത് ചെയ്യും? ഒരേ പണിയെടുക്കുള്ളൂ. കാരണം ഞാൻ എത്ര പണിയെടുത്താലും എനിക്ക് അത് തന്നെ കിട്ടുള്ളൂ. ഞാൻ അതിനെ കണ്ടമാനം പണിയെടുക്കണം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരാൾ അത്യധ്വാനം ചെയ്ത് ഒരുപാട് പണിയെടുത്താൽ അയാൾക്ക് ഒരുപാട് പൈസ കിട്ടും. അതിൽ ഉപാധികൾ വെച്ചുകൊണ്ട് അയാൾക്ക് ജീവിത നിലവാരത്തെ വളർത്താൻ പറ്റും. അപ്പൊ പൈസ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വീട് വെക്കാം, അതിനനുസരിച്ച് കാറ് വാങ്ങാം, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാം. ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, വഖഫ് ചെയ്യണം, ഫിദിയ കൊടുക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണമെന്ന് മാത്രം. അതേ സമയത്ത് മുതലാളിത്ത കാഴ്ചപ്പാടിൽ ഇപ്പറഞ്ഞതെല്ലാം ചെയ്യാം, പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ അവനാണ് എന്നാണ് അവൻ വിചാരിക്കുക. അവൻ സക്കാത്തില്ല, സദഖല്ല, ദാനധർമ്മങ്ങളില്ല, ഒന്നും വേണ്ടിയില്ല. പിന്നെ അവൻ ദാനധർമ്മം കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടേ അതിന് കൊടുക്കും. ചില ആൾക്കാർക്കൊക്കെ അവർ കൊടുക്കും അതിന്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ സാമ്പത്തിക ക്രമങ്ങൾ നമുക്കൊരു ഉദാഹരണം എന്നുള്ളവർക്ക് എന്ന് പറയാൻ, ഇതിൽ നിങ്ങൾ എവിടെയാണ്? നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക നയം എന്താണ്? മുതലാളിത്തത്തിൻ്റെതാണോ അല്ല കമ്മ്യൂണിസത്തിൻ്റെതാണോ? ഇനി അതല്ല വേറെന്തെങ്കിലും സംഗതിയുടെ സോഷ്യലിസത്തിന്? ഇപ്പൊ ഗാന്ധിക്ക് ഗാന്ധിയുടേതായ സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. എന്താ ഭാഷയെന്ന് പറയാം? ട്രസ്റ്റ്ഷിപ്പോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു രീതിയുണ്ട്. അതാണോ? അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹനീഫ് എന്ന് പറയാൻ പറ്റൂല. ഹനീഫ് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ നിസ്കാരം ആർക്കാണോ അതേപോലെ നിങ്ങളുടെ സാമ്പത്തിക ക്രമവും അതിലായിരിക്കും.
അത് ഇന്നലെ നടപ്പിലാക്കാനും കഴിഞ്ഞോളൊന്നുമില്ല. ഇന്ന് നമുക്ക് ഇഖാമത്തു സ്വലാത്ത് തന്നെ എല്ലാവർക്കും നടപ്പിലാക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ വെറുതെ വിചാരിക്കാണല്ലോ നിസ്കാരത്തെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമുക്ക് നിസ്കാരവും നടപ്പിലാക്കാൻ കഴിയില്ല. മദീനയിൽ ഉണ്ടായിരുന്ന നിസ്കാരമാണല്ലോ ശരിക്കുള്ള നിസ്കാരം. അത് നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. സക്കാത്ത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് സംഭാവന വയ്ക്കാനല്ലേ കഴിയുന്നുള്ളൂ. നിങ്ങൾ മതത്തിന്റെ കാര്യത്തിലാണ് സക്കാത്ത് എണ്ണിയത്. അതുകൊണ്ട് ഞാൻ കുറച്ചെന്ന് പറഞ്ഞത്. കാരണം എന്താണ്, ഇസ്ലാമിലുള്ള സക്കാത്ത് എന്ന് പറയുന്നത്, സക്കാത്ത് കമ്മിറ്റിക്കാർ പോയിട്ട് നിങ്ങൾ തരീന്ന് പറഞ്ഞ് ഒരു 1000 രൂപ എഴുതിക്കോളി എന്ന് പറഞ്ഞ് 1000 മതി അവരിട്ടോ പറഞ്ഞ് അത് ശരിയാവില്ല. നമുക്ക് അവസാനം 1250 വാങ്ങി. എന്നാലും അവൻ പറഞ്ഞതിനേക്കാൾ 250 നമ്മൾ വാങ്ങിയല്ലോ ഉള്ള സന്തോഷത്തിൽ സക്കാത്ത് കമ്മിറ്റിയും ശരിക്കും കൊടുക്കേണ്ട 3000 1250 കൊടുത്തിട്ടുള്ളൂ എന്നുള്ള മുതലാളി രണ്ടാളെയും കൂടി മനസ്സിൽ. ഇതാണ് ഇപ്പോഴത്തെ സക്കാത്ത്. അതല്ലല്ലോ ഇസ്ലാമിലെ സക്കാത്ത്. വ്യത്യാസമല്ലേ? അപ്പൊ എല്ലാ കാര്യത്തിലും അതുണ്ട്. അപ്പോ പക്ഷെ എന്നാലും നമ്മളതൊക്കെ ചെയ്യുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ജുമാ ഖുതുബ നടത്തേണ്ടത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് കിട്ടുന്ന ഒരാളല്ല. നിങ്ങളെ മതിലിനെ പറ്റിയല്ല കേട്ടോ, പൊതുവിൽ പറയാം. ആരെയാണ് യഥാർത്ഥത്തിൽ ഖത്തീബായിട്ട് നിശ്ചയിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ ഖലീഫ ആണ് നിശ്ചയിക്കേണ്ടത് ഖത്തീബിന്. എന്നിട്ട് ആ ഖലീഫയുടെ പ്രതിനിധി ആയിരിക്കണം ഖത്തീബ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മളെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ സൗദിയിൽ ആ നിശ്ചയിക്കല് മാത്രമേ ഉള്ളൂ. പറയണത് പിന്നെ രാജാവിന് ഇഷ്ടമുള്ളതായിരിക്കും. നിശ്ചയിക്കല് ഇസ്ലാമികം തന്നെയാണ്. അവിടെ ഖാലി എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഖാലി ഖുദാത്ത്. മാസം ഉറപ്പിക്കണ ആരാ? ഖാലി ഖുദാത്ത്. പക്ഷെ രാജാവിന് സൗകര്യം അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളോടൊക്കെ മാറ്റും. കാരണം എന്നാൽ അവിടെ രാജഭരണം. പക്ഷെ എന്നാലും നമ്മളെ നാട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. മോർക്ക് നമ്മളതിൽ ജാതീയത ഇല്ലാത്തുള്ളൂ. ഞാൻ നിസ്കാര സമയത്തിന്റെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പീഡിയക്കാരന് എന്നോട് അതിന്റെ ടൈം സെറ്റ് ചെയ്യണമല്ലോ. ഇപ്പൊ എന്താന്നല്ല, എന്നെ കണ്ടിട്ട് ആകെ മൊത്തം മനസ്സിലായിട്ടാണ് തോന്നുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അൽമനാറിന്റെ ടൈമല്ലേ വേണ്ടി ചോദിച്ചു. അപ്പൊ ഞാൻ വേറെ ഏതെല്ലാം ടൈമാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോ ചന്ദ്രികന്റെ ഉണ്ട്, പല ടൈമും ഉണ്ട്. അപ്പൊ അതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രികന്റെ 5:32 സുബൈ, അൽമനാറിൻ്റെത് 5:37 സുബൈ. അതാ വ്യത്യാസം. പിന്നെ മഗ്‌രിബിന് മാറ്റമുണ്ടോ, പിന്നെ മറ്റേതിനൊക്കെ ചില മാറ്റം. ഞാൻ മൊത്തം ചാർട്ട് വാങ്ങി നോക്കിയപ്പോൾ 220 ടൈം ഷെഡ്യൂള് നിലവിൽ. അപ്പോ എന്താ അറിയില്ല, അയാളുടെ കണ്ടുപാട് അൽമനാറിന്റെ കലണ്ടറല്ലേ വേണ്ടി വെച്ചു. എൻ്റെ ലേഔട്ട് അങ്ങനെ ആയിരിക്കും അല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത്, പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഈ ഒരു കാര്യം ഇതിലൊക്കെ ബാധകമാണ്. മാസം ഉറപ്പിക്കുന്നിടത്ത് വരുന്ന എല്ലാത്തിലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാസം ഉറപ്പിക്കുന്നു, നിസ്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നില്ലേ? അപ്പൊ ഇതുപോലെ സാമ്പത്തികമായ വ്യവസ്ഥ അള്ളാഹുവിന്റെ ദീനിൻ്റെതാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് എന്ന് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്ത് അതിനുവേണ്ടി ആവുന്നത്ര പണിയും എടുക്കുകയാണെങ്കിൽ മാത്രമേ ഹനീഫാവുള്ളൂ. അതാണ് വ്യത്യാസം. എന്തെങ്കിലും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നിട്ട് ഇന്നത്ര ഗൗരവത്തിലിരിക്കണ്, മനസ്സിലായതിന്റെ ഗൗരവ ആയിക്കോട്ടെ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫുൾ പാക്കേജാണ്. പറ്റൂ, അതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും ഉള്ളൊരു നാട്ടിലാണ്. അപ്പൊ എന്ന് വിചാരിച്ചാല് മുത്ത് നബി ജനിച്ചത് മദീനത്തെ പള്ളിയിലാണ് വിചാരിക്കും. എവിടെയാണ് നബി ജനിച്ചത്? ഇവിടെ എല്ലാവരും ഉണ്ട്. അവിടെ ആരാ ഉള്ളത്? അവിടെ നബി അല്ലാത്ത ഒരാളും നബിന്റെ മാർഗത്തിലില്ലല്ലോ. ആദ്യം ഖദീജ ബീവി വന്നു, അബൂബക്കർ സിദ്ദീഖ് വന്നു, ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ടല്ലേ പിന്നെ ആയത്. ആരാ അവിടെ ഉണ്ടായിരുന്നത്? ജാഹിലിയ കാലം നമ്മൾ എന്തിനാ പറയണത്? തെറ്റായ ഒരു ജീവിത വ്യവസ്ഥന്റെ നടുവില്, അതിന്റെ നടുക്കണ്ടത്തിലാണ് നബിനെ കൊണ്ടുപോയി വെച്ച് മക്കത്ത്. ഈ ജാഹിലിയത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലോ ഒക്കെ ജാഹിലിയത്ത്, അതിന് നടുക്ക്. അബൂജഹലിനെ പോലെയുള്ള സാക്ഷാൽ സംഘി അല്ലേ, ഇപ്പുറത്ത് വേറൊരു സംഘി അബൂലഹബ്. ഈ ജാതിനെ നടുക്ക് നബിനെ കൊണ്ട് ജനിപ്പിച്ചതേ അല്ലാഹ്. ഇനി മക്കത്ത് 13 കൊല്ലം പണിയെടുത്തിട്ട് അവസാനം മദീനത്ത് പോയി നോക്കുമ്പോൾ അവിടെ 3000 ബഹുദൈവ വിശ്വാസികൾ.
2500 ക്രിസ്ത്യാനികൾ, അത്ര തന്നെ ജൂതന്മാര്, പിന്നെ മജൂസികൾ, ആകെ 1500 മുസ്ലിം, ആണും പെണ്ണും കുട്ടികളും എല്ലാം കൂടി 1500 മുസ്ലിങ്ങൾ. ആരാ ഭൂരിപക്ഷം? അപ്പൊ നമ്മൾ പറയും നമ്മളെ നാട്ടില് പലരുമാണ്, എന്തൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താക്കും? ഇങ്ങനെയുള്ളടത്താണ് റസൂൽ ജീവിച്ച് കാണിച്ചു തന്നത്, എന്താക്കും? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ആയത്തിറങ്ങിയപ്പോൾ, സഹാബത്തിന് മുമ്പാകെ ഖുർആൻ ആയത്തിറങ്ങിയപ്പോൾ ആ ഖുർആൻ ആയത്തിനെ ഖുർആൻ ക്ലാസ്സിൽ വെച്ച് പോയില്ല. അവരെന്ത് ചെയ്തു? ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ നിർത്താനാണ്. പിന്നെ ഞാൻ കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താനായിരിക്കും കേട്ടോ ഏകദേശം. അപ്പോൾ എനിക്കൊരു കത്ത് കൊണ്ടത്. ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞ സമയമായില്ലല്ലോ, പിന്നെ എന്തിനേക്കും ഇത് കൊണ്ടെത്തരുത്. അപ്പോൾ അതിലിങ്ങനെയാണ് എഴുതിയത്: ആളുകൾ ധാരാളമായി കൂടുന്നുണ്ട്, അല്പസമയം കൂടി പ്രസംഗിക്കാം. പക്ഷേ അത് കേട്ട് ഞാൻ പ്രസംഗിച്ച നാട്ടുകാരെന്താ വിചാരിക്കുക? ഈ ചങ്ങായിക്ക് നിർത്താൻ കത്ത് കൊടുത്തിട്ടു നിർത്തുന്നില്ല എന്നല്ല വിചാരിക്കുക. ശരിക്കും കത്തിനുള്ളത് എന്താന്നുള്ളത് നാട്ടുകാർക്ക് അറിയോ? ഇല്ലല്ലോ. അപ്പോ അങ്ങനത്തെ ചില പ്രതിസന്ധികളിൽ നമ്മൾ പെടാറുണ്ട്. ഈ തന്ന കത്തിൽ നിർത്താനുള്ളതല്ല അദ്ദേഹം. ഇപ്പൊ അടുത്ത എവിടെ നിക്കാഹിന് പോയപ്പോ എന്നോട് പറഞ്ഞു, പിന്നെ വീട്ടുകാർ പറഞ്ഞു ചോറായില്ല, കുറച്ച് നീണ്ടോട്ടെ. സത്യോ ചേർന്നിരുന്നു, ചോറായില്ല കുറച്ച് നീണ്ടോട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു പൊന്നാര അഭിയോ, ആ പാപഭാരം ഞാൻ ഏറ്റെടുക്കൂല, ചോറായതിൻ്റെ ദിവസം തുടങ്ങാതറിഞ്ഞു. കാരണം ആൾക്കറിയില്ലല്ലോ ഇത് പ്രകാരം പറഞ്ഞിട്ട് നീട്ടുക. നാളെന്താ വിചാരിക്കുക, ഇയാളൊന്ന് നിർത്തിയാണ്ടേ തിന്നായിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഹനീഫുകളായി മാറാൻ പരിശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫുൾ പാക്കേജാണ്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഫുൾ പാക്കേജ് ഉണ്ടാവും അല്ലേ? വണ്ടി, ഭക്ഷണം, ടൂറിസ്റ്റ് ഗൈഡ്, അവസാനത്തെ ഗിഫ്റ്റ് വരെ അവർ തരും. അതാണ് ഫുൾ പാക്കേജ്. അല്ല, ചോറ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നോളാം, വണ്ടി മാത്രം തന്നാൽ മതി, ബോട്ട് സർവീസ് നിങ്ങൾ ഏർപ്പാടാക്കി. ഇത് ഫുൾ പാക്കേജ് അല്ല, കുറേശ്ശെ. അപ്പോൾ ദീനുൽ ഇസ്ലാമിനെ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് കാണണം. ആ ഫുൾ പാക്കേജിനെ അംഗീകരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് അൽ മാഇലു മിൻ അദിയാനിൽ ബാത്തിലി ഇലാ ദീനിൽ ഹഖ്, ഹനീഫ് എന്ന് പറയും. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ, അനിസ്ലാമികമായ ഒരു ജീവിത വ്യവസ്ഥയിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ടാവും. ആ പരിമിതികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിജീവിക്കുന്നു. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിജീവിക്കും. ഈ ഉംറക്കൊക്കെ പോയാൽ ഒരു 15 ദിവസം കിട്ടുന്നൊരു സുഖം എന്താണെന്ന് അറിയുക? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നാളെ പോലും മാറ്റമൊന്നും അറിയില്ല. നമുക്ക് ഒരു മുസ്ലിമിനെ കാണാൻ പറ്റാത്ത ചിത്രമൊന്നും അവിടെ ഉണ്ടാവില്ല. അശ്ലീലങ്ങളോ ആഭാസങ്ങളോ ഉണ്ടാവില്ല. ഇവിടെ നമ്മളാൾക്കാർ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പോലും ചിത്രം തുണി അയച്ചിട്ടുണ്ടല്ലോ. നമ്മളാൾക്കാരെ ഞാൻ പറയാൻ കാരണം, ഞാൻ നന്നായി പരിചയമുള്ള, കുറേ പറഞ്ഞാൽ ഇത് ഓല് കേട്ടാൽ ഓൽക്കും തിരിയും എന്ന് പറഞ്ഞാൽ അത്രയും പരിചയമുള്ള ആള്, നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും ഒക്കെയുള്ള, നമ്മൾ ദീനിയായ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആളുടെ പരസ്യം മൊത്തം എല്ലാവർക്കും വെളിവാണ് കാര്യമുള്ള പരസ്യങ്ങൾ. അപ്പൊ അത് പരസ്യമാണ്, കച്ചവടമാണെന്ന് കണ്ടിരിക്കുന്നു. അതിലേക്ക് എന്ത് കിടക്കുന്നില്ല? ഇവരുടെ നിസ്കാരം കിടക്കും. ഒരു വീട്ടിൽ ഒരൊറ്റ കുട്ടി ഒരു മുടി പുറത്ത് കാണുന്ന രീതിയിലല്ല, എല്ലാം ഓക്കെയാണ്. ഓല പുരയുള്ളവരൊക്കെ ഓക്കെയാണ്. ഓല പരസ്യത്തിലും ഓല കലണ്ടറിലും ഓല സംഗതിയിലും മൊത്തം ഉള്ളത് ആരാണ്? ഒന്നും എടുക്കാത്ത ജാതി ആണ്. അപ്പൊ അവരെന്തായിട്ടില്ല? ഫുൾ പാക്കേജ് ആയിട്ടില്ല. അവിടെ അതാണ് ഈ ഹനീഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനം. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ഒരു ഫുൾ പാക്കേജ് ആയിട്ട് കാണണം. അപ്പോഴാണ് ഹനീഫായി മാറുക. അങ്ങനെയായിരുന്നു ഇബ്രാഹിം. നിങ്ങൾ തർക്കിക്കല്ല, ഇബ്രാഹിമിന്റെ മാർഗത്തിലേക്ക് വാ എന്നാണ് ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞാൻ കഴിഞ്ഞ കൊല്ലങ്ങളോട് പിന്നെ കോഴിക്കോട് നോമ്പിന് മുമ്പ് നടന്നൊരു ഖുർആൻ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ചില ആളുകളൊക്കെ അവിടെ വന്നിരുന്നു. മീനൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടന്നൊരു ഖുർആൻ സമ്മേളനം. ആരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു ഖുർആൻ സമ്മേളനം ഫെബ്രുവരി 1 കാലിക്കറ്റ് ടവറിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് കാലിക്കറ്റ് ടവർ. ഇന്നൊരു ഖുർആൻ സമ്മേളനം ഉണ്ട് പേരാമ്പ്ര. അപ്പോൾ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അങ്ങനെയല്ലേ എൻ്റെ പരിപാടി? എപ്പോഴാ? വൈകുന്നേരം? വൈകുന്നേരം 4:30 ഖുർആൻ സമ്മേളനം. ബസ്സൊക്കെ ഉണ്ടോ? അപ്പോൾ ബസ്സൊക്കെ ഉണ്ട്. ഇവിടുന്ന് തന്നെ പോവാം, സൗകര്യത്തിൽ പോവാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ സാധ്യമാകുന്ന ആളുകളൊക്കെ പോയി പങ്കെടുക്കി. ഖുർആൻ പഠിതാക്കളെയാണ് അവർ കാര്യമായിട്ട് ക്ഷണിക്കുന്നത്. ഖുർആൻ സ്റ്റഡി സെന്ററുകളിലുള്ള ആളുകളൊക്കെയാണ്. എന്താണ്? എങ്ങനെ? കേട്ടില്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. അതാ ചോദിക്കുന്നേ. അത് വേറൊരു സംഗതിയാണ്. അതെന്താണെന്നറിയോ? അപ്പൊ ഖുർആൻ സമ്മേളനങ്ങൾ എല്ലാവരും മനസ്സിൽ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞപ്പോ ഇന്ന് വൈകുന്നേരമാണ്. എത്ര മണിക്കാ ബസ് പോവാ? 2 മണിക്കാ. 2:45 ഇവിടുന്ന് ബസ് പോവും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പങ്കെടുക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം, അതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. ദീനിയായ ഉത്തരാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് പറയാൻ. ഇപ്പൊ ചോദിച്ചത് പക്ഷെ അതല്ല എന്ന് മനസ്സിലാകുന്നു. നമ്മൾ ഫോറം പൂരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്താറുണ്ട്? മതം എന്നും ഉണ്ടാവും, ജാതിന്നും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ജാതി ഇല്ലാന്ന് പാടെ എഴുതാൻ പറ്റൂല. അല്ല ക്ലാസ്സിൽ മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാണ് ജാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതില് എഴുതേണ്ടി വരും. അപ്പൊ ഞാൻ എഴുതല് ഇസ്ലാം, മാപ്പിള, OBC. എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. മാപ്പിള അല്ലാത്ത മുസ്ലിങ്ങളും കേരളത്തിലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇസ്ലാം, മുസ്ലിം അങ്ങനെ തോന്നുന്നു. ഉണ്ട്. അവർക്ക് സംവരണം കിട്ടൂല. അങ്ങനെയുണ്ട്. OBC അല്ലാത്ത മുസ്ലിങ്ങളും ഉണ്ട്. ഓക്കെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.